നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 2ാം സെമസ്റ്ററിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മൈനർ പേപ്പറാണ് പ്രവാസവും സാഹിത്യവും എന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ് ഒരു മനുഷ്യൻ എന്നുള്ള കഥ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു മനുഷ്യൻ എന്നുള്ള കഥ. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമുക്കറിയാം, ഈ കഥ വളരെ ലളിതമായിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ പ്രവാസത്തിന്റെ വലിയ വലിയ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കഥയാണ്. ഈ കഥയിലെ വളരെ ചുരുക്കം എന്ന് പറയുന്നത്, ഇതിന്റെ കേന്ദ്ര കഥാപാത്രം ഒരു അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നു. അന്യനാട്ടിൽ പോയി ജോലി ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അവിടെയുള്ള വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന ആളുകളെ, അന്യനാട്ടിലെ തൊഴിലാളികളെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അഡ്രസ്സ് എഴുതാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പൈസ വാങ്ങും. അതുകൊണ്ട് ഈ അന്യനാട്ടിൽ എത്തിയിരിക്കുന്ന ബാക്കി തൊഴിലാളികളെയൊക്കെ അഡ്രസ്സ് എഴുതാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും പണം കൂടെ അവർക്ക് ലാഭമായിട്ട് കയ്യിൽ കരുതാൻ വേണ്ടി പറ്റും. അങ്ങനെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജോലി രാത്രിയിലാണ്. രാത്രി ഒരു 9 മണി തൊട്ട് 11:30 വരെയുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. അത്രമാത്രം ജോലിയുള്ളൂ. പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് രാവിലെ വൈകിയേ ഉണരുകയുള്ളൂ. കാരണം കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉച്ചയോടടുത്ത് ഉണ്ടുകയും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്ഷണം മാത്രം കഴിക്കും. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസ ലാഭിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യന്, നിസ്സഹായനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കാര്യമാണ് കഥയിൽ ആദ്യമേ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ മനുഷ്യൻ, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള അഡ്രസ്സ് ചെയ്താണ്ട് പഠിപ്പിക്കുന്ന മനുഷ്യൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കയ്യിൽ പേഴ്സ് കാണുന്നില്ല. അങ്ങനെ ഹോട്ടലിലുള്ള ആളുകളെ, ഹോട്ടൽ ഉടമയും അവിടുത്തെ പരിചാരകരും എല്ലാം ഇദ്ദേഹത്തിന്റെ വസ്ത്രം പോലും അഴിപ്പിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു സമയത്ത് ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിന് യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ പണം കൊടുത്തിട്ട്, ഈ കേന്ദ്ര കഥാപാത്രത്തിന്റെ പണം കൊടുത്തിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. വഴിയിലെത്തി കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ, രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ മനുഷ്യൻ കയ്യിലിരിക്കുന്ന കുറെ പേഴ്സ് എടുത്തിട്ട് ചോദിക്കുന്നു, ഇതിൽ താങ്കളുടെ പേഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ബഷീറിന് മനസ്സിലാകാണ് ഇതൊരു മോഷ്ടാവാണ്. പക്ഷെ മോഷ്ടാവാണെങ്കിൽ പോലും മനുഷ്യത്വമുള്ള ഒരു ഹൃദയത്തോടു കൂടെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ബഷീർ, അതിന്റെ കേന്ദ്ര കഥാപാത്രം, അതിൽ നിന്നും തന്റെ പേഴ്സ് തിരഞ്ഞെടുക്കുകയും ആ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ തന്നെ പേഴ്സിൽ നിന്നും 1 രൂപ പോലും നഷ്ടപ്പെട്ടില്ല. ആ പേഴ്സുമായിട്ട് അദ്ദേഹം യാത്രയാകുന്നു. അങ്ങനെ ആ കള്ളനായിട്ടുള്ള മനുഷ്യൻ, നല്ല രീതിയിൽ ബഷീറിനോട് പെരുമാറിയ, കേന്ദ്ര കഥാപാത്രത്തോട് പെരുമാറിയ കള്ളനായിട്ടുള്ള മനുഷ്യൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതാണ് കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശകലനം ചെയ്ത് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് മുന്നോട്ട് പോകാം. ഇതിൽ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് ജന്മനാട്ടിൽ നിന്ന് മാറി ഒരു അന്യനാട്ടിലായിരിക്കുന്ന മനുഷ്യന്റെ ഒരു കഥയെ വളരെ രസകരമായ രീതിയിലാണ് ബഷീർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊരു കഥ വായിക്കുമ്പോൾ നമുക്കറിയാം, ബഷീർ തന്റെ ഒരു അനുഭവമായിട്ടുള്ള രീതിയിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. താൻ തന്നെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന തന്റെ ജീവിതത്തിലെ അനുഭവമായിട്ട് കഥ അവതരിപ്പിക്കുകയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, കേന്ദ്ര കഥാപാത്രം ഉണ്ട്, അത് ബഷീറിനായിട്ട് നമുക്ക് കാണാം. പിന്നെ വിദേശികളായിട്ടുള്ള തൊഴിലാളികളെ അഡ്രസ്സ് എഴുതാൻ പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്, കേന്ദ്ര കഥാപാത്രത്തിന്റെ ജോലി. പിന്നീട് കാണുന്ന കഥാപാത്രങ്ങൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ ഹോട്ടലിലെ ജീവനക്കാരാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ കേന്ദ്ര കഥാപാത്രത്തിന് ഹോട്ടലിൽ പണം നൽകി സഹായിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മോഷ്ടാവാണ്. ഇത്രയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. മുഖ്യമായിട്ടും 3 രീതിയിലുള്ള കഥാപാത്രങ്ങൾ. കേന്ദ്ര കഥാപാത്രം, അത് നമുക്ക് ബഷീറിനെ തന്നെ കരുതാം. 2, ആ ഹോട്ടലിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്ന ഹോട്ടൽ ജീവനക്കാര്. 3ാമത് ഇദ്ദേഹത്തെ, കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മനുഷ്യനെ ഹോട്ടലിൽ ഭക്ഷണത്തിന്റെ പണം കൊടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ, കള്ളൻ ആണ് അദ്ദേഹം. ആ മനുഷ്യനും കൂടിയാണ് ഇതിലെ കഥാപാത്രം. ഈ കഥ നടക്കുന്നത് ബഷീറിന്റെ സ്വന്തം നാട്ടിൽ നിന്നും 1500 2500 മൈല് ദൂരെയുള്ള ഒരു നഗരത്തിലാണ്. ഈ കഥ നടക്കുന്ന നാടിന്റെ പ്രത്യേകതയും കൂടി കഥയിൽ പറയുന്നുണ്ട്. അതായത് അതിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. പണ്ടുകാലം മുതലേ ദയയ്ക്ക് പേര് കേട്ടവരല്ല ഇവിടെയുള്ള ആൾക്കാർ, ദയ ഒട്ടുമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ക്രൂരതയുള്ളവരാണ് അവിടുത്തെ ജനങ്ങള്, ഭൂരിഭാഗം ആൾക്കാര്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊലപാതകം, കൂട്ടക്കവർച്ച, പോക്കറ്റടി, ഇതെല്ലാം ഈ നാട്ടിലെ നിത്യസംഭവങ്ങളാണ്. പിന്നെ പരമ്പരയായിട്ട് അവിടെയുള്ള ആൾക്കാർ പട്ടാളക്കാരാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരും ആരെയും കൊല്ലുന്നവരുമാണ് അവിടെയുള്ള ആൾക്കാർ. ഇത്രയും ആ നാടിന്റെ, ബഷീർ ഈ കേന്ദ്ര കഥാപാത്രം ജോലി ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്ന ഒരു അന്യനാടിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ ഇദ്ദേഹത്തിന്റെ അവിടുത്തെ ജോലി എന്ന് പറയുന്നത്, ബഷീറിന്റെ അവിടുത്തെ തൊഴിൽ എന്ന് പറയുന്നത് രാത്രി 9:30 മുതൽ 11 മണി വരെ വിദേശികളായിട്ടുള്ള തൊഴിലാളികളെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്രസ്സ് ചെയ്താൻ വേണ്ടി പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. കാരണം സ്വന്തം നാട്ടിലേക്ക് കത്തയക്കാനോ ഒക്കെ വേണമെങ്കിൽ എന്ത് വേണം, ഈ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാരെ ആശ്രയിക്കണം. അവര് ഈ അഡ്രസ്സ് എഴുതുന്നതിനും കൂടെ വേറെ പൈസ വാങ്ങും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ, ഈ അഡ്രസ്സ് എഴുതാൻ അറിയാത്ത ആൾക്കാരെ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്.
ഇനി നമ്മൾ കഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കഥയിലുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഈ പ്രവാസികളായ ജോലിക്കാരുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കയ്യിൽ കാശുണ്ടാകില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് കയ്യിൽ ഒട്ടും പണമില്ല. കാരണം ഉണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയക്കണം, പിന്നെ അവിടുത്തെ അനുദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ചിലവുകളും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് കയ്യിലേക്ക് കരുതാൻ വേണ്ടി പണമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ അറിഞ്ഞുകൂടാ എന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രശ്നം. അതായത് നമുക്കറിയുന്ന ഭാഷ നമ്മള് പ്രവാസികളായി ചെല്ലുന്ന ഇടങ്ങളിലെ ആളുകൾക്ക് അറിയില്ല. അപ്പൊ നമ്മള് പലതരം അപകടങ്ങളിൽ ചെന്ന് ചാടാൻ വേണ്ടി സാധ്യതകളുണ്ട്. അതായത് നമ്മളിപ്പോ മലയാളികളായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഒരു അറബി നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറെ ഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് നമ്മൾ പലവിധ അപകടങ്ങളിൽ ചെന്ന് ചാടാം. അങ്ങനെ ഒരു സാധ്യത പ്രവാസത്തിന് ഉണ്ട് എന്ന് ഇവിടെ കാണിക്കാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ജാഗ്രതയോടെ ജീവിച്ചില്ലെങ്കിൽ പല അപകടങ്ങളിലും ചാടും എന്നതാണ് ഈ കഥ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ജാഗ്രതയോടെ, അതായത് കണ്ടുമുട്ടുന്ന ആളുകളെ മറ്റ് സാഹചര്യങ്ങളെല്ലാം സൂക്ഷ്മതയോടുകൂടെ നമ്മൾ വിശകലനം ചെയ്തില്ലെങ്കിൽ, ജാഗ്രതയോടെ ജീവിച്ചില്ലെങ്കിൽ പല അപകടങ്ങളിൽ ചെന്ന് കാരണം അപരിചിതമായ സ്ഥലത്ത് ചുറ്റും മഹാക്രൂരന്മാരും കള്ളന്മാരും സാംക്രമിക രോഗവും ഉള്ളവരും ഭ്രാന്തന്മാരും എല്ലാവരും ഉണ്ടാവും. കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഉണ്ട്. പ്രവാസികൾ അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാണ്. മറ്റൊരു പ്രവാസികളുടെ പ്രശ്നം ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് താമസ സ്ഥലമാണ്. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇടുങ്ങിയ മുറികളിലൊക്കെ ആയിരിക്കും താമസിക്കാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ചെറിയ ജോലിക്കാണെങ്കിൽ വലിയ വൈറ്റ് കോളർ ജോബിലല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മൾ സാധാരണ ജോലി, വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടൊക്കെ നമ്മൾ പ്രവാസി ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ. അപ്പൊ ഇങ്ങനെ ഇടുങ്ങിയ മുറികളിലൊക്കെ താമസിക്കേണ്ടതിന്റെ കാരണം എന്ന് പറയുന്നത് പണത്തിന്റെ കുറവാണ്. കയ്യിൽ പണം ഉണ്ടാവുകയില്ല, ഉള്ള പണം നാട്ടിലേക്ക് അയക്കേണ്ടി വരും, പിന്നെ സ്വന്തം ചെലവിന് ചെറിയ തുക ചെലവാക്കേണ്ടി വരും. നമ്മുടെ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രവും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അതായത് അത് കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഒരു ഇടുങ്ങിയ മുറിയിലാണ് ജീവിക്കുന്നത്. പ്രവാസികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത പ്രവാസികളാണെങ്കിൽ അവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഈ കഥയിൽ പറയുന്നുണ്ട്. അതിന് നമ്മൾ കാണുന്നത് ഈ കഥയിലെ പ്രവാസികളെ ആയിട്ടുള്ള ആളുകളെ അഡ്രസ്സ് എഴുതാൻ അറിയാത്ത ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്നും ഒരു അഡ്രസ്സിന് 4 രൂപ വരെ ഫീസ് വാങ്ങുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത് എഴുതാൻ അറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത പ്രവാസികളായിട്ടുള്ള പാവം ആൾക്കാർ അവർ അഡ്രസ്സ് എഴുതാൻ വേണ്ടി 4 രൂപ വരെ ഫീസ് വാങ്ങുന്നത്, അവരെ ചൂഷണം ചെയ്യുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു പ്രശ്നം, പ്രവാസികളുടെ മറ്റൊരു പ്രശ്നമെന്ന് അധികം പണമില്ലാത്തതിനാൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പണച്ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഉറക്ക സമയത്തെയൊക്കെ ക്രമീകരിക്കുന്ന പ്രവാസികൾ ഉണ്ട്. അതായത് അധികം പണമില്ല, അതുകൊണ്ട് 1-2 നേരത്തെ ഭക്ഷണം എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് അത്രയും പണം ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനുവേണ്ടി അവരുടെ ഉറക്കത്തേക്ക് ക്രമീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ കഥയിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ ജോലി സമയം രാത്രി 9:30 മുതൽ 11 വരെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വൈകിട്ട് 4 മണിക്ക് ഉണരുകയുള്ളൂ. ജോലി കഴിഞ്ഞ് വന്നിട്ട് കിടന്നിട്ട് വൈകിട്ട് 4 മണിക്ക് ഉണരുകയുള്ളൂ. കാരണം അപ്പോൾ 4 മണിക്ക് ഉണർന്നാല് രാവിലത്തെ ഭക്ഷണവും ഉച്ചഭക്ഷണവും കഴിക്കേണ്ട, അത് ലാഭിക്കാം. വൈകുന്നേരം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. ഇനി പ്രവാസികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ പെടുമ്പോൾ ഒറ്റപ്പെടുകയും കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിനുള്ള ഉദാഹരണവും ഈ കഥയിൽ കൃത്യമായിട്ട് ബഷീർ വരച്ചു വെക്കുന്നുണ്ട്. ഈ കഥയിൽ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പണം കൊടുക്കാൻ നോക്കിയപ്പോൾ പേഴ്സ് കാണാതെ പോയ ഈ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഉടുതുണി പോലും അഴിപ്പിച്ച് പരിഹസിക്കുന്ന ഹോട്ടൽ ജീവനക്കാർ നമ്മളോട് കാണുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രവാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണത്. ഇനി നമ്മൾ ഈ കഥയിൽ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് കള്ളൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. കള്ളനാണെങ്കിലും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ ഈ കഥയിൽ കടന്നു വരുന്നത് ഈ കള്ളന്റെ രീതിയിലാണ്. അത് അദ്ദേഹം മോഷ്ടാവാണ്. ബഷീറിന്റെ പേഴ്സ് മോഷ്ടിച്ചതും അയാളാണ്. പക്ഷെ പണം നഷ്ടപ്പെട്ട ബഷീറിനെ എല്ലാവരും ചേർന്ന് പരിഹസിക്കുന്നത് കണ്ട അയാള് ബഷീറിന്റെ ഹോട്ടലിലെ പണം കൊടുത്ത് രക്ഷിക്കുകയും പേഴ്സ് മുഴുവൻ പണത്തോടെ, അതായത് ബഷീറിന്റെ പേഴ്സ് അതിലെ മുഴുവൻ പണത്തോടു കൂടെ തന്നെ ബഷീറിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു മനുഷ്യനായിട്ട് ബഷീറിന് അനുഭവപ്പെടുന്നത് ഈ മോഷ്ടാവാണെങ്കിൽ അദ്ദേഹം മനസ്സ് അലിവ് കാണിച്ചൊരു വ്യക്തിയാണ്. അതായത് കഥയിലെ തലക്കെട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഒരു മനുഷ്യനായിട്ട് മാറാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് ബഷീറിന് മനുഷ്യനായിട്ട് അനുഭവപ്പെട്ടത് ഈ കള്ളനായിട്ടുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന തലക്കെട്ടി കഥയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. പ്രവാസ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടും വ്യക്തമായിട്ട് തന്നെ ബഷീർ ഈ കഥയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കഥ നിങ്ങൾ വായിക്കുക. വായിച്ചതിന് ശേഷം ഈ ക്ലാസ്സും കൂടെ നന്നായിട്ട് കേൾക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.